ധനഹ 2-ാം ചൊവ്വ. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അശുദ്ധാത്മാക്കളെ ഒഴിവാക്കുന്നു. ആദിമ മാതാപിതാക്കളെ അടിമപ്പെടുത്തിയ കാലം മുതൽ പ്രപഞ്ചം അശുദ്ധാത്മാക്കളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അവന്റെ തല തകർക്കാനുള്ള ദൗത്യവുമായി വന്നവനാണ് യേശു. ഉൽപ്പത്തി 3:15. തന്റെ പരസ്യജീവിതത്തിന്റെ ഒരുക്കസമയത്ത് മരുഭൂമിയിൽ വെച്ച് ദൈവപുത്രനായ 2-ാം ആദത്തെയും പ്രലോഭിപ്പിക്കാനുള്ള അവന്റെ ദൗത്യം യേശു വിഫലമാക്കി. തന്റെ ദൗത്യത്തിന്റെ ആരംഭത്തിൽ കഫർനഹൂമിൽ വെച്ച് അവൻ അവരുടെ നിയമജ്ഞരെയും പുരോഹിതപ്രമുഖന്മാരെയും വെല്ലുന്ന രീതിയിലുള്ള തന്റെ പ്രബോധനം ആരംഭിച്ചു. അവർ അവന്റെ ജ്ഞാനത്തിൽ അത്ഭുതപ്പെട്ടു. മർക്കോസ് 1:22. പക്ഷേ അവന്റെ പ്രബോധനത്തോട് അവർ ഭാവാത്മകമായി പ്രതികരിച്ചില്ല. എന്നാൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരാൾ അവനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, "നീ ആരെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ." യേശു അവനെ ശാസിച്ചതും അവൻ അയാളെ ഉപദ്രവിച്ചുകൊണ്ട് വിട്ടുപോയി. നേരിട്ട് മത്സരിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം പിന്നീട് അവൻ യഹൂദ പ്രമാണിമാരിലൂടെ യേശുവിനെതിരെ പോരാടാൻ തുനിയുന്നത്. അതിനാൽ മുമ്പ് പുകഴ്ത്തിപ്പറഞ്ഞ കഫർനഹൂമിനെതിരെ പിന്നീട് യേശു ശാപവാക്കുകൾ മൊഴിയുന്നുണ്ട്. കാരണം അവർ സാത്താന്റെ ഉപകരണങ്ങളായി മാറി. ശിഷ്യപ്രമുഖനായ പത്രോസിലൂടെ പോലും സാത്താൻ അവന്റെ രക്ഷണീയ കർമ്മം തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. അത് തിരിച്ചറിഞ്ഞതും പ്രിയ ശിഷ്യന്റെ മുഖത്ത് നോക്കി, "സാത്താനേ, ദൂരെ പോകുക" എന്ന് പറഞ്ഞ് യേശു ശാസിക്കുന്നുണ്ട്. പഴയ നിയമ തലവന്മാരെയും പുതിയ നിയമ തലവന്മാരെയും പാട്ടിലാക്കാൻ കഴിഞ്ഞ സാത്താൻ അലറുന്ന സിംഹത്തെപ്പോലെ ഇന്നും നമ്മുടെ ചുറ്റും ഉഴലി നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സാത്താൻ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണെന്ന ചിന്തകളാണ് അവന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ആയുധം. ക്യാൻസർ ഉണ്ടെന്നറിഞ്ഞാലല്ലോ അതിനെതിരെ നാം ജാഗരൂകരാകുകയുള്ളൂ.